ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നെടുത്ത ഒരു ഷോർട്ട് ഫിലിം. കഥയല്ലേ അഭിനയിക്കാനും അറിയില്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ. അപ്പൊ പോകാം ഷോർട്ട് ഫിലിമിലേക്ക്. ഇൻസൈഡ് സോംബി. ഏതോ ഒരാള് വേറെ ഏതോ ഒരാളെ വിളിക്കുകയാണ്. ഇവളാള് കൊള്ളാമല്ലോ. കണ്ടിട്ട് ഇയാളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഹലോ, ഞാൻ ഒരു സാധനം മെയിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ ബിറ്റല്ല, പറ്റുമെങ്കിൽ എനിക്ക് നാളെ തന്നെ അത് കിട്ടണം. ഒരു മിനിറ്റ് നോക്കട്ടെ. ടി വൈറസ്, അതാണ് ഈ വിളിച്ചവന് വേണ്ടത്. എന്തോ കള്ളവാറ്റ് ചോദിക്കണ പോലെയാണ് അവൻ ചോദിക്കണത്. മെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രേ, നാളെ തന്നെ വേണമെന്ന്. ഞാൻ ഒരു സാധനം മെയിൽ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ എനിക്ക് നാളെ തന്നെ അത് കിട്ടണം. നിനക്കെന്തിനാ? ഇതൊന്നും ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഓ, അപ്പൊ ഇതൊക്കെ ഇയാളുടെ ഓൾറെഡി ഉണ്ട്. ഇയാൾ എന്തിനാണ് ഈ ടി വൈറസും കൊണ്ടൊക്കെ നടക്കണത് എന്നാവോ? എനിക്കിത് നാളെ കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ശ്രമിക്കാം, പക്ഷെ എനിക്കെന്താണ് ഉപയോഗം? നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞാ മതി. എന്തായാലും മാരക വൈറസാണ് കേട്ടോ നമ്മുടെ ചെക്കൻ വിൽക്കാൻ പോണത്. അപ്പൊ കോടികളൊക്കെ കിട്ടുണ്ടാവും. എന്നാലും നിനക്കെന്തിനാ ഇത്? ഇത് കഴിച്ച ഒരാൾ മരിക്കില്ലേ? ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് ഇത്രയും വലിയ ടി വൈറസ് ഒക്കെ ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങൂ? ഇത് കഴിച്ച ഒരാൾ മരിക്കില്ലേ? ഇനി ഈ ടി വൈറസ് ഒറിജിനൽ ആണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ച് വിക്കിപീഡിയ ഡീറ്റെയിൽസ്. എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. ഇതെനിക്കല്ല, നിനക്കറിയാലോ ഞാനും കാവ്യം തമ്മിലുള്ള ബന്ധം. പിന്നെ ഇപ്പൊ നിന്റെ സംബന്ധം ആലോചിച്ചിരിക്കലല്ലേ ഇയാൾക്ക് പണി. നിനക്കറിയാലോ ഞാനും കാവ്യം തമ്മിലുള്ള ബന്ധം. എനിക്കറിയില്ല. അപ്പൊ കാവ്യെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഈ ടി വൈറസ് ചെക്കൻ വാങ്ങണത്. ഫ്ലാഷ് ബാക്ക്. എടാ, നമ്മുടെ റിലേഷൻ തുടങ്ങിയിട്ട് 1 മന്ത് കഴിഞ്ഞു. നിനക്കറിയാലോ, എനിക്ക് അബിയെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ തൊപ്പിക്കാരനുമായിട്ടുള്ള 1 മന്ത് റിലേഷൻ. കൊള്ളാം. എന്താ ചായക്കപ്പിൽ എന്താ മെറ്റലിട്ടുണ്ടോ? അതിന്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. സൗണ്ട് കേട്ടില്ലേ? ആ സമയത്താണ് നീ എൻ്റെ പുറകെ നടന്നത്. ഞാൻ നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്തത്. അത് പൂർണ്ണമായിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു. അങ്ങനെയെങ്കിലും അബിയെ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാമെന്ന് ഞാൻ കരുതി. പിന്നെ നിനക്ക് അബിയെ മായ്ച്ചു കളയാനുള്ള റബ്ബറാണല്ലോ ഈ ചെക്കൻ. അത് പൂർണ്ണമായിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു. അങ്ങനെയെങ്കിലും അബിയെ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാമെന്ന് ഞാൻ കരുതി. ഐ ആം റിയലി സോറി. ഡാ, ഈ ജന്മം എനിക്ക് അബിയെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കടപ്പുറത്ത് ടി വൈറസ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇത്രയും വലിയ വൈറസൊക്കെ വിറ്റിട്ട് നിനക്ക് ഈ പൊതിയാണോ മോനെ കിട്ടിയത്? എന്താ അതിന്റെ ഉള്ള ഭൂരിയോ? പൊട്ടന്മാർക്ക് എന്റെ വില അറിയാത്തോണ്ടാ. ഇവിടെ വൈറസ് കൈമാറ്റം, അവിടെ കാവ്യയുടെ നിശ്ചയം. അല്ല, ബന്ധുക്കളൊന്നും കാണാനില്ല കേട്ടോ. കാവ്യയുടെ നിശ്ചയം കാവ്യനെ അങ്ങോട്ട് നിശ്ചയിച്ചു തോന്നുന്നുണ്ട്. നിനക്കറിയാലോ, എനിക്ക് അബിയെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. പടം മാറി KGF ആയോ? അപ്പൊ അമ്മയെ ഓർമ്മ വന്നപ്പോ അവന് കാവ്യയെ കൊല്ലാൻ തോന്നിയില്ല. അതുകൊണ്ട് അവൻ ആ ടി വൈറസ് എടുത്ത് കടലിലിട്ട് നാട്ടുകാരെ കൊന്നു. നിന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിൽ വരെ ചായ വെക്കുവിടാ. കടലിൽ വീണ വൈറസ് മീൻ തിന്നു, മീനിനെ മനുഷ്യൻ തിന്നു. മീനും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് സോംബിയായി മാറി. ഇതാ വരുന്നു നമ്മുടെ സോംബി. അങ്ങനെ സോംബിയെ കണ്ട് പേടിച്ച ഇവന്മാര് വേറെ ഏതോ വീട്ടിലേക്ക് ഓടി കയറുകയാണ്. സോംബിനെ കണ്ട് പേടിക്കുന്ന എക്സ്പ്രഷൻ ആണ് കേട്ടത്. ജീവൻ തിരിച്ചിട്ട് ഭാഗ്യം. ഇതേ സമയം നമ്മുടെ സയന്റിസ്റ്റ് തൊപ്പിക്കാരനെ വിളിക്കുകയാണ്. ഞാൻ കാരണം മറ്റൊരു പെണ്ണിനും എന്റെ അമ്മയുടെ അവസ്ഥ വരരുത്. അതുകൊണ്ട് ഞാൻ അത് അപ്പോ തന്നെ കടലിൽ വലിച്ചെറിഞ്ഞു. ഈ നാട് അനുഭവിക്കുന്ന പ്രശ്നത്തിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനാണ്. നീ ആയിട്ട് തുടങ്ങി വെച്ച പ്രശ്നം നീ ആയിട്ട് തന്നെ തീർക്കണം. അല്ല, അതെങ്ങനെ ഇവന് തീർക്കാൻ പറ്റും? ഇനി ഇയാൾ ബോധിധർമ്മന്റെ വല്ല ഫാമിലിയാണോ? നീ എന്താ അത് ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ 2 ഡയലോഗും പറഞ്ഞിട്ട് സയന്റിസ്റ്റ് ചാവുകയാണ്. എന്ത് ദ്രോഹാടോ നിന്നോട് ഞാൻ ചെയ്തത്? എങ്ങനെ തോന്നിയടോ? ടി വൈറസ് കടലിൽ കളിക്കിയ നമ്മുടെ തൊപ്പിക്കാരൻ അങ്ങനെ മറ്റേ ചെക്കന്മാരുള്ള ആ വീടില്ലേ അവിടേക്ക് വരികയാണ്. ലാബിൽ സേഫ് ആയിട്ടിരുന്ന ആ സയന്റിസ്റ്റ് വരെ ചത്തു. എന്നിട്ട് ഈ തൊടിയിലും പറമ്പിലൊക്കെ കറങ്ങി നടക്കണ ഇവനെ ഒരു സോംബി പിടിച്ചില്ല കേട്ടോ. ഇവനാണ് അബി, നമ്മൾ നേരത്തെ കണ്ട കാവ്യയുടെ റബ്ബർ അല്ലാത്ത ഒറിജിനൽ ലവർ. കാവ്യ അബിയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. നോക്കുമ്പോ ആരോ കളിപ്പാവേലി ചവിട്ടിയ പോലത്തെ ഒരു സൗണ്ട്. അബി ഇവിടെ?
ഓ മൈ ഗോഡ്, ഏതോ സോംബി അബിയെ തിന്നുകയാണ്. അപ്പൊ ഈ സോംബി എവിടെ നിന്ന് വന്നു? സോംബിയുടെ ചെറിയെന്നൊക്കെ അങ്ങോട്ട് ഒഴുകാണ്. എല്ലായിടത്തും സോംബി വന്നു കഴിഞ്ഞു. അങ്ങനെ ഇവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം നമ്മുടെ കാവ്യെ ഒരു സോംബി വളഞ്ഞിട്ട് കടിക്കാൻ നോക്കുകയാണ്. കാവ്യക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോയാൽ മതി, പക്ഷെ അവള് പോവില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവിടെയാണ് ആർക്കും വേണ്ടാത്ത മറ്റൊരു ട്വിസ്റ്റ്. ഇതെല്ലാം ഇയാളുടെ പ്ലാൻ ആയിരുന്നു. അതിന് ഇയാളാരാ? ഓ, അതായത് ഇവനാണ് മറ്റേ ടി വൈറസ് വാങ്ങിയ തൊപ്പിക്കാരൻ. സംഭവം എന്തെന്ന് വെച്ചാ, ഇവന് കാവ്യെ വെടിവെച്ച് കൊല്ലണം. അതിന് അവളെ എങ്ങനെയെങ്കിലും ഈ തൊടിയിലെത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ടി വൈറസ് വാങ്ങി അത് കടലിൽ കലക്കി അത് മീൻ തിന്ന് ആ മീനിനെ ബാക്കിയുള്ളവർ തിന്ന് അവരൊക്കെ സോംബിയായിട്ട് മാറി. അത് പൂർണ്ണമായിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു. ഈ അലക്കിയത് ഒന്നുകൂടെ തേച്ചിട്ടൂടെ? എന്താ തൂറാൻ മുട്ടുന്നു? ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം ഐഡിയാസ് ഒക്കെ മനസ്സിൽ വരുമ്പോ തന്നെ എഴുതുക, മടക്കുക, വലിച്ചെറിയുക. നോക്കുമ്പോണ്ടോ ഈ വീഡിയോക്ക് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കമന്റ് വന്നിട്ട് കേട്ടോ. ഇതാരാന്നാവോ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കമന്റ് ഇടാൻ? അത് ഇവന്റെ ഫേക്ക് അക്കൗണ്ട് ആണ്. ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം.